ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ നമ്മൾ ഈ ഇന്നലെ സംഭവിച്ച കാര്യത്തിലേക്ക് പോയാൽ, അതായത് UN രക്ഷാസമിതി അത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ചൈനയുടെ കൂടി മേൽക്കൈ എടുത്തുകൊണ്ട് ഒരു രഹസ്യ യോഗം നടന്നതാണ്. പക്ഷേ ആ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ അത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്കത് അതിൻ്റെ എന്താണ് നടന്നതെന്നൊക്കെ INI ഉൾപ്പെടെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പാകിസ്ഥാന് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മറ്റ് അംഗരാജ്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ലഷ്കർ ഇ തായിബയുടെ ഇതിൽ പങ്കെന്താണ് എന്ന് ചോദിക്കുകയാണ്. ഈ തരത്തിലേക്ക് പാകിസ്ഥാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ച് കാണില്ല എന്നത് ഉറപ്പല്ലേ? കാരണം അവരിങ്ങനെ ഒരു യോഗം വിളിക്കണം എന്ന് പറയുമ്പോൾ അവർ മറ്റെന്തൊക്കെയോ ആയിരിക്കാം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു രാജ്യം പോലും അവരെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അവർ തന്നെ വിളിച്ചു ചേർത്ത് അവർക്ക് തന്നെ സ്വയം ഒരു തിരിച്ചടി ലഭിച്ച സാഹചര്യം. ഡോക്ടർ മോഹൻ വർഗീസ്. അനുജ, വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. അത് തന്നെയാണ് കൃത്യമായി പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് പാകിസ്ഥാൻ ഈ വിഷയം കൊണ്ടുപോകുന്നത്. അത് അർദ്ധരാത്രി ഇന്ത്യൻ സമയം കഴിഞ്ഞ അർദ്ധരാത്രിയാണ് സെക്യൂരിറ്റി കൗൺസിലിൽ നിർണായകമായ ഒരു യോഗം. അത് അനൗപചാരിക യോഗമാണ്. 15 അംഗങ്ങളുള്ളതിൽ 13 അംഗരാജ്യങ്ങളെ ഭാരതം നേരിട്ട് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വിശ്വാസത്തിലെടുക്കുന്ന കാഴ്ച കണ്ടു. 5 പെർമനന്റ് മെമ്പേഴ്സിൽ ചൈന ഒഴികെയുള്ള 4 സ്ഥിര അംഗങ്ങളുമായും ഇന്ത്യ സംസാരിച്ചു. 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള മറ്റ് 9 രാജ്യങ്ങളുമായും ഭാരതം വളരെ ഷോർട്ട് നോട്ടീസിൽ സംസാരിച്ചു. അപ്പോൾ വ്യക്തമായി ഭാരതത്തിന് നിലപാടുകൾ മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷം വീണ്ടും അറിയിക്കാൻ പറ്റി. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിച്ചത് അനുജ, അതിന് നേരെ വിപരീതമായ രീതിയിലുള്ള തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയാണ് അവിടെ ഉരുത്തിരിഞ്ഞത്. നോക്കൂ, പാകിസ്ഥാന് വേണ്ടത് കാശ്മീർ വിഷയം അന്തർദേശീയവൽക്കരിക്കുക. അത് മാത്രമല്ല, ഇന്ത്യ അഗ്രസറാണ് എന്ന് കാട്ടുക, യാതൊരു പ്രകോപനവുമില്ലാതെ നദീജലം തടഞ്ഞു വെക്കുക. അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു പരിധിയിൽ പറഞ്ഞാൽ യുദ്ധപ്രഖ്യാപനവുമാണ്. ആ രീതിയിലാണ് പാകിസ്ഥാൻ നറേറ്റീവ് പോയത്. അത് മാത്രമല്ല, അതിർത്തിയിൽ കാര്യമായ സൈനിക സന്നാഹം ഉണ്ടാകുന്നു, ഐക്യരാഷ്ട്ര സംഘടന ഇടപെടണം. ആ രീതിയിൽ പോയി പാകിസ്ഥാന്റെ ആർഗ്യുമെന്റ്. പക്ഷെ മറുപക്ഷത്ത് പാകിസ്ഥാനോട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്, വളരെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങളാണ് അംഗരാജ്യങ്ങൾ. പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിലിലെ നോൺ പെർമനന്റ് ഒരു മെമ്പറാണ് ഇപ്പോൾ എന്ന് ഓർക്കുക. അതുകൊണ്ട് അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അതിലെ പ്രധാന ചോദ്യം ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലഷ്കർ ഇ തോയ്ബയുമായ നിങ്ങളുടെ ബന്ധം എന്താണ്? അപ്പം ലഷ്കർ ഇ തോയ്ബയാണ് ഈ ആക്രമണം നടത്തിയത്, അതിൻ്റെ ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനാണ് എന്ന ഇന്ത്യയുടെ വാദം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ പ്രമുഖ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണം, 2 മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം 2 പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ്? ഇത് രണ്ടും നിർണായകമായ ചോദ്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ അതിനു മുന്നിൽ കാര്യമായി ഒന്നും തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അതെ, ഈ സ്ഥിതിവിശേഷം ഇപ്പോൾ ഈ മിസൈൽ പരീക്ഷണം, അതുപോലെ തന്നെ അവരുടെ ആണവായുധ പ്രയോഗത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഈ സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൽ പ്രതികരണമായി അംഗരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടി എന്നുള്ളത് ഇപ്പോൾ ഈ ജലയുദ്ധം എന്നവർ തന്നെ വിശേഷിപ്പിക്കുന്നത്, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്, പിന്നീട് അതിനെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ജലം ഒരു ആയുധമല്ല, അത് ജീവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതിൽ ഒരു കണക്കൊക്കെ അവർ വെച്ചതായി 2.4 മില്യൺ പാകിസ്ഥാനികളെ താങ്ങി നിർത്തുന്നതാണ് ഈ വെള്ളം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെയൊക്കെ അവർ വിമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്നലെ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കൺഫ്രണ്ടേഷൻ ഒരിക്കലും പാകിസ്ഥാൻ തയ്യാറല്ല, നമ്മൾ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സുരക്ഷ പക്ഷെ കാത്തു സൂക്ഷിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ തരത്തിലേക്ക് അവർ പറയുകയാണ്. പക്ഷെ അപ്പോഴും ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ടാണ് ഇത്രയും മില്യൺ ആളുകളുടെ ജീവനാണ് ഈ ജലമെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു പിന്തുണ അവർക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഒരു നിലപാട് നോക്കൂ. ഈ വിഷയം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഏറ്റെടുക്കണം, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ പതിയണം, നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യ നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് തൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു ലോക മനസ്സിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിൽ കണ്ടത്.
പാകിസ്ഥാൻ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. ജലത്തെ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ജലം ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. പാകിസ്ഥാൻ പ്രത്യേകമായി സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസം ഝെലം നദിയിലെ, കഴിഞ്ഞ ആഴ്ചയാണ് 6 ദിവസം മുൻപ് ഝെലം നദിയിലെ അണക്കെട്ടുകളുടെ ഡാം കാര്യമായി തുറന്നു വെച്ചപ്പോൾ ചെറിയ തോതിലുള്ള ജലപ്രളയം ഉണ്ടായി ലോവർ റൈപ്പേറിയൻ ഏരിയാസിൽ. അതുമാത്രമല്ല, ഇന്നലെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചെനാബ് നദിയുടെ ഷട്ടറും കാര്യമായി ഉയർത്തിയപ്പോൾ അവിടെ വീണ്ടും ഒരു ജലപ്രളയമുണ്ടായി. അപ്പം ജലം ബോംബായി, ആയുധമായി, പ്രളയമായി വരാം. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഖരീഫ് ക്രോപ്സിനുള്ള ഏതാണ്ട് 27% ഈ ഖരീഫ് ക്രോപ്സിൻ്റെ ഒരു വിളവ്, അതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ വലിയ കണ്ണീര് വീഴാൻ പോവുകയാണ്. അത് തീർച്ചയായും ഒരു മനുഷ്യാവകാശ വിഷയമായി പാകിസ്ഥാൻ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, അപ്പം ഈ ജലത്തെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനമായി ഉണ്ടായത്. പക്ഷെ അതേക്കുറിച്ച് ലോകരാജ്യങ്ങൾ യാതൊന്നും മിണ്ടിയില്ല. ഫണ്ടമെന്റൽ കാര്യം, യുണൈറ്റഡ് നേഷൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കളക്റ്റീവ് സെക്യൂരിറ്റി ആണെന്ന് ഓർക്കുക. അത് ഒരു രാജ്യം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ അത് ഇന്ത്യയാണ് ഇപ്പോൾ ആക്രമണ വിധേയമായിരിക്കുന്നത്. ഇന്ത്യ അല്ല വിഷയം കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഓർക്കണം. അഗ്രസറായി ചിത്രീകരിക്കപ്പെടുന്ന പാകിസ്ഥാനാണ് വിഷയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയത്. അങ്ങനെയെങ്കിൽ തങ്ങൾ അഗ്രസറല്ല, അഗ്രീവ്ഡ് ആണ് എന്ന് തെളിയിക്കാൻ തക്ക യാതൊന്നും തന്നെ പാകിസ്ഥാന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് ഇന്ത്യ അഗ്രീവ്ഡ് നേഷനാണ് എന്നത് ഫലപ്രദമായി ചൂണ്ടിക്കാട്ടാനും കഴിഞ്ഞു. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് പറയുന്നത് അനുജ. അതെ.